ഞാൻ ഒന്ന് രണ്ട് പേരോട് പരിചയപ്പെടുകയും അടുക്കുകയും ഒക്കെ ചെയ്തപ്പം അവരുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്, ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേട്ടിട്ട് പേടി തോന്നിയിട്ട് ഞാനിപ്പോൾ പള്ളിയിലോ പ്രാർത്ഥനയ്ക്കൊന്നും പോകാറില്ല. എനിക്കെന്തോ ഒരു പേടി. ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് പേടി തോന്നിയിട്ട് പള്ളി കയറി പ്രാർത്ഥിക്കാതെ ഞാൻ വേഗം ഇറങ്ങിപ്പോയി. എനിക്ക് എന്നോട് ആരെങ്കിലും പള്ളി പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവുമായി. അങ്ങനെ ആരെങ്കിലും ഒക്കെ അകന്നു നിൽക്കുന്നവരുണ്ടോ? പള്ളി പോകാതെ പ്രാർത്ഥിക്കാതെ ഇഷ്ടമില്ലാതെ? നിങ്ങളോട് പറയാം, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ വിമർശിക്കുന്ന, ഉപദ്രവിക്കുന്ന, വിധിക്കുന്ന, എവിടെയായിരുന്നു എന്ന് ചോദിച്ച് വഴക്കു പറയുന്ന, എല്ലാവരെയും കൂട്ടി നിർത്തി ഒരു മീറ്റിംഗ് നടത്തി അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു പിതാവിനെ അവിടെ കാണുന്നില്ല. ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിലാ വസ്ത്രവും മോതിരവും ചെരുപ്പും ഒക്കെ കൊടുത്ത് ആളെ ഒന്ന് വൃത്തിയാക്കുന്നത്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലാ ചേർത്ത് പിടിച്ചത്. അല്ലാതെ പുതിയ വസ്ത്രവും മോതിരവും ചെരുപ്പും ഒക്കെ ധരിച്ചേ പിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്നല്ല. വന്ന അവസ്ഥയിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതത്തെ ചേർത്തു പിടിക്കുന്ന, ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന, സ്നേഹത്തോടെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിങ്ങൾ കേട്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് പകരം പലരും അടിച്ചോടിക്കുമായിരിക്കും ചെയ്തത്, പലരും വിമർശിക്കുക ചെയ്തത്, പലരും അതും ഇതും പറഞ്ഞ് നമ്മളെ കുറെ കൂടി വേദനിപ്പിക്കുക ചെയ്തത്, പലരും നമ്മളെ അകറ്റി നിർത്തുക ചെയ്തത്. ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർ പല രീതിയിൽ സങ്കടപ്പെടുന്നുണ്ടെന്നറിയാമോ? ഓരോരുത്തരെ സങ്കടങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത്, നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കേട്ട ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്ന്, നിങ്ങൾ ആരും പേടിച്ചോ ഭയപ്പെട്ടോ പ്രാർത്ഥിക്കാതെയോ ഒന്നും മാറി നിൽക്കണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എല്ലാ കുറവുകളോടും കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ ഈ അധ്യായത്തിൽ കാണാം. ഒരു പിതാവിനെ കാണാം, എല്ലാ കുറവുകളോടും കൂടെ.